ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനുള്ളത് കണ്ണൂർ ജില്ലയിലെ കണയന്നൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്താണ്. ഇന്ന് നമ്മളിവിടെ വന്നത് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയും കാഴ്ചകളും ഒക്കെ കാണാനാണ്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. കണ്ണൂർ ജില്ലയിലെ ചാണപ്പാറക്കടുത്ത് കണയന്നൂരിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നാശത്തിന്റെ വക്കിൽ നിന്നും ഇന്ന് ഉയർത്തെഴുന്നേറ്റ് പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ് 2 വർഷം തികയുകയാണ്. ഈ ക്ഷേത്രത്തിന്റെയും ഇതിനു ചുറ്റുമുള്ള മറ്റു ക്ഷേത്രങ്ങളുടെയും ഒരുമിച്ചുള്ള ഘോഷയാത്രയും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷവുമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കാട് പിടിച്ച് നശിച്ചു പോയിരുന്ന ഒരു ക്ഷേത്ര സങ്കേതമായിരുന്നു കണയന്നൂർ ശ്രീകൃഷ്ണസ്വാമി ടെമ്പിൾ. പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം ഇവിടം സന്ദർശിക്കുന്ന ഭക്തജനങ്ങൾക്ക് പല വിധത്തിലുള്ള അനുഭവങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അവരത് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. അത്രയേറെ അത്ഭുതങ്ങളും സർവ ഐശ്വര്യവും നിറഞ്ഞ ശ്രീകൃഷ്ണൻ അവിടെ വാഴുന്നു. ഗുരുവായൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ക്ഷേത്രമായി കണയന്നൂർ ശ്രീകൃഷ്ണസ്വാമി ടെമ്പിൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുനഃപ്രതിഷ്ഠ 2ാം വർഷം ആഘോഷിക്കാനിരിക്കെ ആദ്യമായാണ് ശ്രീകൃഷ്ണ ജയന്തി ഇവിടെ ആഘോഷിക്കുന്നത്. എടുത്തു പറയേണ്ടുന്നത് ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളെയാണ്. കൂടാതെ ആ നാട്ടുകാരുടെയും ഒത്തൊരുമയിലാണ് ഈ ക്ഷേത്രം ഇന്ന് വലിയൊരു സങ്കേതമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തോടുള്ള ഭക്തജനങ്ങളുടെ ഭക്തിയും അവരുടെ ഒത്തൊരുമയും ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ക്ഷേത്രം 2 വർഷം കൊണ്ട് ഇത്രയേറെ പുരോഗമിച്ചത്. ആദ്യമായാണ് ചാണപ്പാറ ദേശത്ത് ഇത്രയും വലിയൊരു ഘോഷയാത്ര സംഘടിപ്പിക്കാൻ ഈ സംഘാടക സമിതിക്ക് കഴിഞ്ഞത്. 100 കണക്കിന് ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിറഞ്ഞ ഈ ഘോഷയാത്രയുടെ മനോഹരമായ കാഴ്ചകൾ കണിച്ചാർ നഗരത്തെയും ചാണപ്പാറ ദേശത്തെയും കണയന്നൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെയും യശസ് വാനോളം ഉയരാൻ കാരണമായി. 100 കണക്കിന് ഭക്തജനങ്ങളും ഉണ്ണിക്കണ്ണന്മാരും നിറഞ്ഞ ഘോഷയാത്ര കണിച്ചാർ ടൗണിനെ വലം വെച്ച് കണയന്നൂർ ക്ഷേത്ര അങ്കണത്തിലേക്ക് തിരിച്ചുപോയപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ റോഡിന് ഇരുവശത്തു നിന്ന് ഘോഷയാത്രയ്ക്ക് അനുഗ്രഹം ചൊരിയുന്നത് പോലെ തോന്നി. അത്രയേറെ ഭക്തജനങ്ങൾ കണിച്ചാറും ചാണപ്പാറയും ഘോഷയാത്രയെ അനുഗമിച്ചു നടന്നു. കണയന്നൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷം അവിടെ മാസത്തിൽ നടക്കുന്ന പൂജകൾക്ക് ഒരുപാട് ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്ത സ്ത്രീകൾ വന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ പ്രതിഫലം നിശ്ചയമായും കിട്ടും എന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ധാരാളം സ്ത്രീജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്നും ഭൂമിക്കടിയിൽ പണ്ട് അവിടെയുണ്ടായിരുന്ന ക്ഷേത്രകുളത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാം എന്ന് പറയുന്നു. അത്രയേറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ടിപ്പുവിന്റെ പടയോട്ട കാലത്തിന് മുൻപുള്ള ആ ക്ഷേത്ര സമുച്ചയം ഇന്നും അവിടെ കാണാം. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നശിച്ചുപോയ ഒരു ക്ഷേത്ര സമുച്ചയം പുനഃപ്രതിഷ്ഠ ചെയ്ത് ഇത്രയേറെ മനോഹരമായ ക്ഷേത്രാങ്കണമാക്കി മാറ്റിയ ഇവിടുത്തെ ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾക്കും നാട്ടുകാർക്കും വലിയൊരു അഭിനന്ദനങ്ങൾ നമുക്കറിയിക്കാം. കാരണം ഈ നാട്ടുകാർക്കും ഈ ക്ഷേത്ര പരിസരത്തുള്ളവർക്കും ഇത്രയേറെ മനോഹരമായ കാഴ്ചകൾ ഒരുക്കിയ ക്ഷേത്ര സമിതിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. പുനഃപ്രതിഷ്ഠ 2ാം വർഷം ആഘോഷിക്കാനിരിക്കെ ആദ്യമായാണ് ശ്രീകൃഷ്ണ ജയന്തി ഇവിടെ ആഘോഷിക്കുന്നത്. എടുത്തു പറയേണ്ടുന്നത് ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളെയാണ്. കൂടാതെ ആ നാട്ടുകാരുടെയും ഒത്തൊരുമയിലാണ് ഈ ക്ഷേത്രം ഇന്ന് വലിയൊരു സങ്കേതമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തോടുള്ള ഭക്തജനങ്ങളുടെ ഭക്തിയും അവരുടെ
ഒത്തൊരുമയും ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ക്ഷേത്രം 2 വർഷം കൊണ്ട് ഇത്രയേറെ പുരോഗമിച്ചത്. ആദ്യമായാണ് ചാണപ്പാറ ദേശത്ത് ഇത്രയും വലിയൊരു ഘോഷയാത്ര സംഘടിപ്പിക്കാൻ ഈ സംഘാടക സമിതിക്ക് കഴിഞ്ഞത്. 100 കണക്കിന് ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിറഞ്ഞ ഈ ഘോഷയാത്രയുടെ മനോഹരമായ കാഴ്ചകൾ കണിച്ചാർ നഗരത്തെയും ചാണപ്പാറ ദേശത്തെയും കണയന്നൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെയും യശസ് വാനോളം ഉയരാൻ കാരണമായി. 100 കണക്കിന് ഭക്തജനങ്ങളും ഉണ്ണിക്കണ്ണന്മാരും നിറഞ്ഞ ഘോഷയാത്ര കണിച്ചാർ ടൗണിനെ വലം വെച്ച് കണയന്നൂർ ക്ഷേത്രാങ്കണത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ റോഡിന് ഇരുവശത്തു നിന്നും ഘോഷയാത്രയ്ക്ക് അനുഗ്രഹം ചൊരിയുന്നത് പോലെ തോന്നി. അത്രയേറെ ഭക്തജനങ്ങൾ കണിച്ചാറും ചാണപ്പാറയും ഘോഷയാത്രയെ അനുഗമിച്ചു നടന്നു. കണയന്നൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷം അവിടെ മാസത്തിൽ നടക്കുന്ന പൂജകൾക്ക് ഒരുപാട് ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്ത സ്ത്രീകൾ വന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ പ്രതിഫലം നിശ്ചയമായും കിട്ടും എന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ധാരാളം സ്ത്രീജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്നും ഭൂമിക്കടിയിൽ പണ്ട് അവിടെയുണ്ടായിരുന്ന ക്ഷേത്രക്കുളത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം എന്ന് പറയുന്നു. അത്രയേറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്തിന് മുൻപുള്ള ആ ക്ഷേത്ര സമുച്ചയം ഇന്നും അവിടെ കാണാം. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നശിച്ചുപോയ ഒരു ക്ഷേത്ര സമുച്ചയം പുനഃപ്രതിഷ്ഠ ചെയ്ത് ഇത്രയേറെ മനോഹരമായ ക്ഷേത്രാങ്കണമാക്കി മാറ്റിയ ഇവിടുത്തെ ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾക്കും നാട്ടുകാർക്കും വലിയൊരു അഭിനന്ദനങ്ങൾ നമുക്കറിയിക്കാം. കാരണം ഈ നാട്ടുകാർക്കും ഈ ക്ഷേത്ര പരിസരത്തുള്ളവർക്കും ഇത്രയേറെ മനോഹരമായ കാഴ്ചകൾ ഒരുക്കിയ ക്ഷേത്ര സമിതിയെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല.